മുസ്ലിമീങ്ങൾ പരസ്പരം പരിശുദ്ധ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളാകുന്ന സഹോദരങ്ങൾ, ആ മുസ്ലിമീങ്ങൾക്ക് ധാരാളം കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. മുസ്ലിമീങ്ങൾ അങ്ങനെയുള്ളവരാകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു മുത്തഫഖുൻ അലൈഹിയായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസ്. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമകൾ. അപ്പൊ നമ്മൾ പരസ്പരമുള്ള കടമകളെ കുറിച്ച് നബി തങ്ങൾ പറയാണ്, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസ്. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമകൾ, കടപ്പാടുകൾ 5 ആദ്യമായി ഹബീബായ പ്രവാചകൻ പറയുന്നു, റദ്ദുസ്സലാം, സലാം മടക്കൽ. അപ്പോൾ സലാം പറയലും സലാം മടക്കലും അത് മുസ്ലിമിന്റെ കടമയാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. മുസ്ലിമീങ്ങൾ പരസ്പരം കാണുമ്പോൾ അവിടെ ആ ബന്ധം ഉറപ്പിക്കുന്നത്, ആ കടമകളും ബാധ്യതകളും തുടങ്ങുന്നത് സലാം പറയലിലൂടെ ആയിരിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല തന്നെ പഠിപ്പിക്കുന്നുണ്ട്, ഫഇദാ ഹയ്യതും ബിതഹിയ്യതിൻ ഫഹയ്യു ബിഅഹ്സന മിൻഹാ. നിങ്ങൾ നല്ല നിലയിൽ അഭിവാദ്യം അർപ്പിക്കണമെന്നാണ്, തഹിയ്യത്ത് നൽകണമെന്നാണ്. എന്താണ് ആ തഹിയ്യത്ത്? നല്ല നിലയിൽ നിങ്ങൾ സലാം പറഞ്ഞ് നിങ്ങളുടെ ബാധ്യതകളെ, ആ ബന്ധങ്ങളെ നിങ്ങൾ ഊട്ടിയുറപ്പിക്കണമെന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കൂ, നാം പറയുന്ന സലാം പറയുന്ന ആ വചനം, അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ ആ വ്യക്തിയോട് അല്ലെങ്കിൽ നമ്മുടെ മുസ്ലിം ആകുന്ന സഹോദരനോട് നാം പറയുന്ന ആ അഭിവാദ്യത്തിന്റെ വചനം അസ്സലാം എന്ന് പറയുന്നത്, അത് ഇസ്മും മിൻ അസ്മാഇല്ലാഹി ഫഅഫ്ശൂ ബൈനകും നബിയിനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്ന് പറയാൻ അസ്സലാമു അലൈക്കും എന്ന അസ്സലാം, അസ്സലാം എന്ന് പറയുന്ന പദം ഇസ്മും മിൻ അസ്മാഇല്ലാഹ്, അല്ലാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ്, അല്ലാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട നാമമാണ് അസ്സലാം എന്നത്. അതുകൊണ്ട് ആ സലാം എന്ന് പറയുന്ന ആ നാമം ഫഅഫ്ശൂ ബൈനകും, നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ ഇത് വ്യാപകമാക്കണം. അത് പരസ്പരം സലാം പറയുന്ന, നിങ്ങൾ ആ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നവരാകണമെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പൂർവികരാകുന്ന ആളുകൾ, അതായത് മുൻകാലത്ത് ജീവിച്ചു വന്നിരുന്നവർ, അവർക്ക് അവരുടേതാകുന്ന തഹിയ്യത്തുണ്ടായിരുന്നു. നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് പോലെയല്ലായിരുന്നു നമ്മുടെ മുൻഗാമികളാകുന്ന ആളുകളുടെ തഹിയ്യത്ത്. നമുക്ക് കാണാം, കിതാബുകൾ കാണാം, തഹിയ്യത്തുൻ നസ്വാറ, നസാറാക്കൾ അവർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അവരുടെ തഹിയ്യത്ത് വളഉൽ യദി അലൽ ഫമി. അവർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അവരുടെ കൈകൾ വായിൽ ഇങ്ങനെ വെക്കും, അതാണ് അവരുടെ തഹിയ്യത്ത്. നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്നത് പോലെ അവർ ആ സ്ഥാനത്ത് കണ്ടത്, നസാറാക്കൾ കണ്ടത് വളഉൽ യദി അലൽ ഫമി, പരസ്പരം കാണുമ്പോൾ കൈ വായിൽ ഇങ്ങനെ വെക്കും, അതാണ് അവരുടെ തഹിയ്യത്ത്. തഹിയ്യത്തുൽ യഹൂദി, യഹൂദികളുടെ തഹിയ്യത്തോ അൽ ഇശാറത്തു ബിൽ ഇസ്ബഇ, അവർ കൈ ഉയർത്തി ഇങ്ങനെ പരസ്പരം കാണിക്കും.
വിരൽ കൊണ്ട് ഇങ്ങനെ ഇശാറത്ത് കൊടുക്കും. അതായിരുന്നു അവരുടെ തഹിയ്യത്ത്. തഹിയ്യത്തുൽ മുസ്ലിമൂൻ തഹിയ്യത്തുൽ മജൂസി, മജൂസികളാകുന്ന തീനെ ആരാധിച്ചു കൊണ്ടുവന്ന ആ സമുദായത്തിന്റെ തഹിയ്യത്ത് അൽ ഇൻഹിനാഉ, പരസ്പരം കാണുമ്പോൾ കുനിയലായിരുന്നു. അപ്പൊ നസാറാക്കൾക്ക് തഹിയ്യത്തുണ്ടായിരുന്നു, യഹൂദികൾക്ക് തഹിയ്യത്തുണ്ടായിരുന്നു, മജൂസികൾക്കും തഹിയ്യത്തുണ്ടായിരുന്നു, അഭിവാദ്യമുണ്ടായിരുന്നു. എങ്കിൽ തഹിയ്യത്തുൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളുടെ തഹിയ്യത്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ഇതായിരുന്നു മുസ്ലിമീങ്ങളുടെ തഹിയ്യത്ത്. അതാണ് നമ്മുടെ സഹിയ്യത്ത്. അല്ലാഹു നിലനിർത്താൻ തൗഫീഖ് നൽകട്ടെ. വഹിയ അശ്റഫു തഹിയ്യ, ഈ മുൻഗാമികളിലൂടെ നോക്കുമ്പോൾ എല്ലാവരെക്കാളും ഏറ്റവും മാന്യതയുള്ളതും അർത്ഥവത്തായതും ഏവർക്കും ഉപകാരമുള്ളതുമാകുന്ന ഒരു തഹിയ്യത്തോ അത് മുസ്ലിമീങ്ങളുടെ തഹിയ്യത്താണ് എന്ന് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു. മഹാനാകുന്ന ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നടന്ന സംഭവം പഠിപ്പിക്കുന്നുണ്ട്. നാം സലാം പറയുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നവരുണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്നവരുണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുന്നവരുണ്ട്. ഈ രൂപത്തിലൊക്കെ പറയുന്നവരുണ്ടല്ലോ. എങ്കിൽ ഈ സലാം ഇങ്ങനെ മെച്ചപ്പെടുത്തി പറയുന്നത് കൊണ്ട് ഗുണമുണ്ടോ? ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൽ ഒരു സ്വഹാബി വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു. ഫറദ അലൈഹി ലക, നബി തങ്ങൾ തിരിച്ചു സലാം മടക്കി. എന്നിട്ട് പറഞ്ഞു ലക അശ്റ ഹസനാ, നിനക്ക് 10 നന്മകളുണ്ട്. 10 നന്മകൾ, ലക അശ്റ ഹസനാ, നിനക്ക് 10 പ്രതിഫലമുണ്ട് സ്വഹാബ. വദഖല ആഖിറു, പിന്നീട് മറ്റൊരു സ്വഹാബി വന്നു. ആ സ്വഹാബി വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വറഹ്മത്തുള്ളാഹി കൂട്ടി പറഞ്ഞു. നബി തങ്ങൾ സലാം അടക്കിയിട്ട് പറഞ്ഞു വഖാല ലക 20 ഹസനാത്ത്, നിനക്ക് 20 നന്മകളുണ്ട്. അപ്പോൾ ആദ്യം വഅലൈക്കുമുസ്സലാം എന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞതിനേക്കാൾ 10 പ്രതിഫലം കൂടി അധികമുണ്ട് വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ. മൂന്നാമതൊരു സ്വഹാബി വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, നബി സലാം പറയുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോ അസ്സലാമു അലൈക്കും എന്നതിനോട് റഹ്മത്തുള്ളാഹി കൂട്ടി വബറകാതുഹു കൂട്ടി. നബി തങ്ങൾ പറഞ്ഞു സലാം അടക്കിയിട്ട് പറഞ്ഞു ലക 30 ഹസനാ, നിനക്ക് 30 നന്മകളുണ്ട്. അടുത്തൊരു സഹാബി വന്നു, നബി തങ്ങൾക്ക് സലാം പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വമഗ്ഫിറതുഹു. ഹദീസിലുള്ളതാണ്. മഗ്ഫിറതുഹു കൂട്ടി പറഞ്ഞു. നബി തങ്ങൾ സലാം അടക്കിയിട്ട് പറഞ്ഞു ലക 40 ഹസനാ, നിനക്ക് 40 പ്രതിഫലമുണ്ട്. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം മടക്കുന്നതിനെ, അത് വിശാലമായി പറയുന്നതിനെ, അധികമായി പറയുന്നതിനെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ മതിയാകും. റഹ്മത്തുള്ളാഹി എന്നോ വബറകാതുഹു എന്നോ കൂട്ടി പറയുമ്പോൾ അതിന് വലിയ പ്രതിഫലമുണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ സലാം പറയുമ്പോൾ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള ഒരു വചനമാണ്. അല്ലാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ്. വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. وَإِذَا سَلَّمْتُمْ عَلَيْهِمْ
നിങ്ങൾ അവർക്ക് സലാം പറഞ്ഞാൽ വജബ അലൈഹിമുർ റദ്ദു, സലാം പറയലാണ് സുന്നത്തേ ഉള്ളൂ. സലാം പറയൽ സുന്നത്തേ ഉള്ളൂ. പക്ഷേ സലാം മടക്കലോ വജബ അലൈഹിമുർ റദ്ദു, ആ സലാമിനെ മടക്കൽ നിർബന്ധമാണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. മടക്കൽ നിർബന്ധമാണ്, പറയല് സുന്നത്തേ ഉള്ളൂ. പക്ഷെ പറഞ്ഞാലോ മടക്കൽ നിർബന്ധമാണ്. ഇനി സലാം പറഞ്ഞിട്ട് സലാം മടക്കാതിരുന്നാൽ മലായികത്തുകൾ അവനെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. സലാം ഒരാൾ പറഞ്ഞു, മുസ്ലിമായ നമ്മുടെ സഹോദരൻ നമ്മളെ കണ്ടപ്പോൾ സലാം പറഞ്ഞു, പക്ഷെ കേട്ടിട്ടും സലാം മടക്കിയില്ല എങ്കിൽ അവനെ മലായികത്തുകൾ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് നബിയുന മുഹമ്മദിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അവിടെ വളരെ ശ്രദ്ധയോടുകൂടി നാം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വിഷമത്തിന്റെ പേരിലോ അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും പ്രയാസപ്പെടുത്തിയതിന്റെ പേരിലോ അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തിയതിന്റെ പേരിലോ നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു എന്നതിന്റെ പേരിലോ അവനോട് എന്തെങ്കിലും ദേഷ്യം നിനക്കുണ്ടെന്നിരിക്കട്ടെ, അവൻ നിനക്ക് സലാം പറഞ്ഞു, ആ സലാം കേട്ടിട്ടും നീ സലാം മടക്കാതെ പോയാൽ അവൻ റബ്ബിന്റെ മുന്നിൽ കുറ്റക്കാരല്ല നീയോ. നിനക്ക് അല്ലാഹുവിന്റെ മലായികത്തുകൾ സലാം മടക്കാത്തതിന്റെ പേരിൽ എപ്പോഴും ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഹദീസിലുള്ളതാണ്. അതുകൊണ്ട് സലാം പറയൽ സുന്നത്തേയുള്ളൂ, പറഞ്ഞാൽ മടക്കൽ നിർബന്ധമാണ്. ഈ ഹദീസ് മനസ്സിലാക്കിയ ധാരാളം പണ്ഡിതന്മാർ, മഹത്തുക്കളാകുന്ന ഉലമാക്കൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തിരുന്നു. എത്രത്തോളം നിങ്ങൾക്ക് മഹാനാകുന്ന അബൂ മൂസൽ ഖൗലാനി റളിയല്ലാഹു അൻഹു, അബൂ മൂസൽ ഖൗലാനി റളിയല്ലാഹു അൻഹു യമറു അലാ ഖൗമിൻ, ഒരു സമൂഹത്തിന്റെ ഒരു കൂട്ടക്കാരുടെ ഒരു ഖൗമിന്റെ അടുക്കലൂടെ നടന്നു പോകുന്നു. ഫസലഫലാ യുസല്ലിമു അലൈഹിം, അവരെ കണ്ടിട്ട് സലാം പറഞ്ഞില്ല. സലാം പറയാതെ അവരുടെ അടുക്കലൂടെ നടന്നുപോയി. കൂടെ ഉണ്ടായിരുന്നവർ ചോദിച്ചു, എന്തേ അങ്ങ് സലാം പറയാഞ്ഞത്? അപ്പോഴാണ് മഹാനുഭാവൻ പറഞ്ഞത്, ലാ യംനഉനി മിനസ്സലാമി അലൈഹിം, അവർക്ക് സലാം പറയാതെ ഞാൻ പോകാനുള്ള കാരണവും അതേ മറ്റൊന്നുമല്ല, അന്നീ അഖ്ശാ അല്ലാ യറുദ്ദു അലയ്യ, ഞാൻ സലാം പറഞ്ഞാൽ അവർ മടക്കുകയില്ല എന്ന് ഞാൻ പേടിച്ചു പോയി. അങ്ങനെ അവർ മടക്കാതിരുന്നാൽ ഫതൽഅനഹുൽ മലായികതു, മലക്കുകൾ അവരെ ശപിക്കുമല്ലോ. ഞാൻ സലാം പറഞ്ഞു, പക്ഷേ എന്നോടെന്തോ പകയുള്ളവരാണ് അവർ, എന്നോടവർക്ക് എന്തോ ദേഷ്യമുള്ളവരാണ് അവർ. അവർക്ക് ഞാൻ സലാം പറഞ്ഞാൽ അവർ എനിക്ക് സലാം മടക്കുകയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനെ മടക്കാതിരുന്നാൽ മലക്കുകൾ അവരെ ശപിച്ചുകൊണ്ടിരിക്കുമല്ലോ. ഞാൻ സലാം പറഞ്ഞിട്ട് മടക്കാത്തതിന്റെ പേരിലല്ലേ അവർക്ക് മലായികത്തിന്റെ ശാപം കിട്ടിയത്. അത് ഞാൻ കാരണമാണല്ലോ. അതുകൊണ്ട് ഞാൻ കാരണം അവർക്ക് മലായികത്തിന്റെ ശാപം കിട്ടണ്ട എന്ന് കരുതിയിട്ട് അത് ഭയപ്പെട്ടിട്ടാണ് ഞാൻ സലാം പറയാഞ്ഞതെന്ന് മഹാനാകുന്ന അബൂ മൂസൽ ഖൗലാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സലാം പറയുന്നവൻ നമ്മളോട് എന്തെങ്കിലും ശത്രുതയുള്ളവനായിരിക്കും, അല്ലെങ്കിൽ കുടുംബപരമായ എന്തെങ്കിലും വിഷമമുള്ളവനായിരിക്കും, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ നമ്മളോട് വിദ്വേഷമുള്ളവനായിരിക്കും. അവൻ പറഞ്ഞാൽ മടക്കൽ നിർബന്ധമാണെന്ന് ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ.
ഇനി മടക്കാതിരുന്നാലോ? മടക്കാതിരുന്നാൽ അല്ലാഹുവിന്റെ മലായികത്തിന്റെ ശാപം എപ്പോഴും നിനക്കുണ്ടാകുമെന്ന് ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇവിടെ നിസ്സാരമായി കാണരുത്. സലാം പറയലും സലാം മടക്കലും. സലാം പറയൽ വലിയ പ്രതിഫലാണ്. സലാം പറയൽ വലിയ പ്രതിഫലമാണുള്ളത്. സലാം മടക്കലോ അത് നിർബന്ധവുമാണ്. ഇനി സലാം പറയേണ്ട ആരോടാണ് സലാം പറയേണ്ടത്? ആര് പരസ്പരം കാണുമ്പോഴാണ് സലാം പറയേണ്ടത്? അത് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഹദീസിൽ കാണാം, ഇദാ മറർതും ബിഖൗം, നിങ്ങൾ ഒരു കൂട്ടം ആളുകൾ, ആ ഒരു കൂട്ടം ആളുകളെ കണ്ടാൽ അവരുടെ അടുത്തുകൂടി നടന്നു പോയാൽ ഫസല്ലിമു അലൈഹിം, അവർക്ക് നിങ്ങൾ സലാം പറയണം. ഫൈദാ സല്ലംതു അലൈഹിം വജബ അലൈഹിം വറദ്ദു, സലാം പറഞ്ഞാൽ മടക്കൽ നിർബന്ധമാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു യുസല്ലിമുൽ മാശി അലൽ ഖാഇദി, സലാം പറയേണ്ട രൂപം പറയാം. യുസല്ലിമു അൽ മാശി, നടന്നു വരുന്ന ആള്, അലൽ ഖാഇദി, ഇരിക്കുന്ന ആൾക്ക് സലാം പറയണം. ഒരാൾ അവിടെ ഇരിപ്പുണ്ട്, ഒരാൾ നടന്നു വരിക. അപ്പൊ അവിടെ സലാം പറയേണ്ട ആരാ? ഇരിക്കുന്ന ആളാണോ? അല്ല, നടന്നു വരുന്ന ആൾ ഇരിക്കുന്ന ആൾക്ക് സലാം പറയണോ? ചെറിയ പ്രായമുള്ളവർ, അതിൽ മൂത്തവരെ കണ്ടാൽ, മുതിർന്നവരെ കണ്ടാൽ, അപ്പൊ കുട്ടികൾ മുതിർന്നവരെ കണ്ടാൽ അവർക്ക് മുതിർന്നവർക്ക് സലാം പറയണം. കുട്ടികളോട് കൂട്ട് അങ്ങനെയാണ്. ആദ്യം സലാം പറഞ്ഞു തുടങ്ങേണ്ടത് എങ്ങനെയാണെന്ന് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത്. നടന്നു വരുന്ന ആള് ഇരിക്കുന്ന ആളെ കാണുമ്പോൾ സലാം പറയണോ? ചെറിയ കുട്ടികൾ മുതിർന്നവരെ കാണുമ്പോൾ സലാം പറയണോ? വാഹനത്തിൽ വരുന്ന ആള് നടന്നു പോകുന്നവരെ കാണുമ്പോൾ സലാം, അല്ല വാഹനത്തിൽ പോകുന്ന ആള് നടന്നു പോകുന്ന ആൾ അങ്ങോട്ടല്ല സലാം പറഞ്ഞു തുടങ്ങേണ്ടത്. വാഹനത്തിലുള്ള ആള് നടന്നു വരുന്നവർക്ക് സലാം പറയണോ? എന്നിട്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു വയുസല്ലിമുൽ ലദീ യതീക മിൻ ഖൽഫിക, പിറകിൽ വരുന്ന ആളും മുന്നിലുള്ള ആൾക്ക് സലാം പറയണം. തിരിഞ്ഞു നോക്കിയിട്ട് പിറകിലോട്ട് നോക്കിയിട്ട് അയാൾക്കല്ല സലാം പറഞ്ഞു തുടങ്ങേണ്ടത്. പിറകിൽ വരുന്ന ആള് മുന്നിൽ വരുന്ന ആൾക്ക് സലാം പറയണോ? ഹബീബായ പ്രവാചകൻ പിന്നീട് പറയുന്നു വയുസല്ലിമു അലാ അഹ്ലി ബൈതിഹി ഹീന യദ്ഖുലുഹു, നീ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ വീട്ടിലുള്ളവരല്ല നിനക്ക് സലാം പറയേണ്ടത്. കടന്നു ചെല്ലുമ്പോൾ വീട്ടിലുള്ളവർക്ക് നീ സലാം പറയണമെന്ന് ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ചെല്ലുമ്പേടി വെള്ളം എടുക്ക്, അതെടുക്ക്, ഇതെടുക്ക് എന്ന് പറഞ്ഞല്ല കയറി ചെല്ലേണ്ടത്. അതൊക്കെ പിണ്ടത്തോക്കാക്കിയം. പിന്നെയോ നീ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോ വീട്ടിലുള്ളവർക്ക് നീ സലാം പറയണം. നിന്റെ ഭാര്യയുണ്ടാകും, നിന്റെ മക്കളുണ്ടാകും, അല്ലെങ്കിൽ മക്കൾ വരുമ്പോ വാപ്പയോ ഉമ്മയോ വീട്ടിലുണ്ടാകും. അങ്ങനെ വീട്ടിലുള്ളവർക്ക് നീ സലാം പറഞ്ഞുകൊണ്ട് വേണം നീ കടക്കാൻ. ഇനി നിന്റെ വീട്ടിൽ ആരുമില്ല, വീട് പൂട്ടി താക്കോലും കൊണ്ടാ നീ പോയി തിരിച്ച് വീട് തുറന്ന് കയറുക, വീട്ടിൽ ആരുമില്ല എങ്കിൽ ആർക്കാ സലാം പറയേണ്ടത്? അവിടെയും സലാം പറയണമെന്ന് ലോകത്തിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു. അവിടെ പറയേണ്ട രൂപമോ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. വീട്ടിൽ ആരുമില്ല, ഭാര്യയില്ല, മക്കളില്ല, ആരുമില്ല, വീടും പൂട്ടിപ്പോയി തിരിച്ചു വന്ന് വീട് തുറന്ന് അകത്ത് കയറുകയാ. പിന്നെ ആർക്ക് സലാം പറയേണ്ടത്? അവിടെ സലാം പറയേണ്ട രൂപം നിങ്ങൾ പഠിപ്പിക്കുന്നു. നീ സലാം പറയേണ്ടത് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നാണ് നീ സലാം പറയേണ്ടത്. അങ്ങനെ പറയുമ്പോൾ ഫഇന്നൽ മലായികത, മലായികത്തുകൾ യർദൂന സലാമഹു, അവന്റെ സലാമിനെ മടക്കും. അവന്റെ സലാമിനെ മലായികത്തുകൾ മടക്കും. നീ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ അല്ലാഹുവിൽ തവക്കുലാക്കിയിട്ടാണ് നീ പോയത്. അതേ ചൊല്ലേണ്ട ദുആ ചൊല്ലിയിട്ടാണ് നീ പോയത്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് പറഞ്ഞിട്ടാണ് നീ പോയത്. എങ്കിൽ നീ തിരിച്ച് നിന്റെ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെ മലായികത്തുകളുടെ കാവല വീട്ടിലുണ്ടാകുമെന്ന് സയ്യിദുനാ മുഹമ്മദ്
മുഹമ്മദിൽ മുസ്തഫ. നീ മടങ്ങി വരുന്നവരെ മലായികത്തിന്റെ കാവലുണ്ടാകും. അപ്പോൾ നീ മടങ്ങി വരുമ്പോൾ നീ ആരുമില്ലാതെ നിന്റെ വീട്ടിലേക്ക് കടക്കുമ്പോ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന സലാം പറഞ്ഞുകൊണ്ട് വേണം നീ കടക്കാൻ. അങ്ങനെ കടക്കുമ്പോ ആ വീട്ടിലുള്ള മലായികത്തുകൾ, നിന്റെ കൂടെയുള്ള മലായികത്തുകൾ യർദൂന സലാമഹു, അവന്റെ സലാമിനെ മടക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദിൽ മുസ്തഫ. അങ്ങനെ പറയുമ്പോൾ അവിടെ നിനക്ക് ബറക്കത്ത് വീണ്ടും കൂടുകയാണ്, ബറക്കത്ത് അധികരിക്കുകയാണ്, ബറക്കത്ത് പൂർത്തിയാവുകയാണ്. അല്ലാതെ ആരുമില്ലെന്ന് കരുതി വീടും തുറന്ന് കയറി പോകരുത്. അവിടെയും നീ സലാം പറഞ്ഞിട്ടേ കയറാവൂ എന്ന് ഹബീബായ മുഹമ്മദിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മൾ നോക്കിക്കേ, ചിലർക്ക് രീതിയുണ്ട്. എന്താണ്? ഒന്നോ രണ്ടു പേരൊക്കെ ഇരിക്കുമ്പോൾ ഈ പേര് പറഞ്ഞ സലാം പറഞ്ഞു, അത് ശരിയുള്ള കാര്യമില്ല. അവക്കറാക്കായും അഹമ്മദാക്കായും സുലൈമാങ്കാക്കായും ഇരിക്കുമ്പോൾ അവക്കറ അസ്സലാമു അലൈക്കും, അത് പറയരുത്. അങ്ങനെ പറയാൻ മോശം, അത് പറയാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇനി അങ്ങനെ പറഞ്ഞാലോ, രണ്ടു മൂന്ന് പേര് ഇരിപ്പുണ്ട്, ഒരാളെ പേരിൽ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ അസ്സലാമു അലൈക യാ സയ്യിദ്, സയ്യിദും അംറും കൂടി ഇരുന്നപ്പോൾ സയ്യിദിന്റെ പേരിൽ പറഞ്ഞാൽ വലാ യസ്ഖതു അൻ സയ്യിദ, സയ്യിദ് ആരുടെ പേര് പറഞ്ഞാണോ സലാം പറഞ്ഞത് അയാളെ മടക്കട്ടെ, മറ്റാൾ മടക്കാൻ നിൽക്കണ്ട. അങ്ങനെ പറയാൻ തന്നെ പാടില്ല. ഒന്ന് ഇനി പറഞ്ഞാലോ, ആരെ പേര് ചൊല്ലിയിട്ടാണോ പറഞ്ഞത് അവര് മടക്കണോ എന്നാണ് മഹാന്മാരായ ഇമാമികൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ പറയാൻ പാടില്ല. ഒരു കൂട്ടം ആളുകൾ ഇരിക്കുമ്പോൾ ഒരാളെ പേര് ചൊല്ലിയിട്ട് പറയും. നമുക്ക് ദേഷ്യമുള്ള ആളായിരിക്കും കൂടെ ഇരിക്കുന്നത്. സുലൈമാങ്കാക്കായും അദ്രമാങ്കാക്കായും ഇരിപ്പുണ്ട്. അദ്രമാങ്കാക്കാട് എനിക്ക് ദേഷ്യമുണ്ട്, ഞാൻ സുലൈമാങ്ക അസ്സലാമു അലൈക്കും പറയാൻ പാടില്ല. രണ്ടുപേർക്കും ചേർത്ത് അസ്സലാമു അലൈക്കും ഒന്നിച്ച് പറഞ്ഞോ. ചിലപ്പോൾ ആ ഒരു സലാം കൊണ്ടായിരിക്കും നിങ്ങളുടെ പരസ്പരമുള്ള വിദ്വേഷം മാറുന്നത്. അതാണ് അഫ്ശുസ്സലാം. നിങ്ങൾ സലാമിനെ വ്യാപകമാക്കണോ. സലാം വ്യാപകമാക്കിയാൽ നിങ്ങളുടെ ഇടയിൽ പരസ്പരം സ്നേഹം നിലനിൽക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്ക്, ഇതാണ് മഹാന്മാരാവുന്ന ഇമാമിങ്ങൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. സലാം പറയൽ ഒരു നിസ്സാരമാകുന്ന വചനമായി നിങ്ങൾ കാണരുത്. ഹബീബായ പ്രവാചകൻ പറയുന്നു, മഹാനാകുന്ന ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ പറഞ്ഞു അത്രേ, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അഫ്ശുസ്സലാം, നിങ്ങൾ പരസ്പരം കാണുമ്പോൾ സലാം വ്യാപകമായി പരത്തി പറഞ്ഞു. നിങ്ങൾ എല്ലാവർക്കും സലാം പറഞ്ഞു വേണം നിങ്ങൾ ജീവിക്കാൻ. കാരണം സലാം പറയലും പാവപ്പെട്ട വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കലും രാത്രിയിൽ നിസ്കരിക്കലും ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോ ഈ തഹജ്ജുദ് നിസ്കരിക്കലും ഒക്കെ തദ്ഖുലൂൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നെ കടത്താൻ അസ്സലാം പറയൽ മതിയാകുമെന്ന് ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു.